എന്ന് ഈ പയറുപയോഗിച്ചൊരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഈ പയറിൻ്റെ പേരെന്താണ് ഈ സംഭവം? ഇതിൻ്റെ പേര് ഇത് സൗദി അറേബ്യയിലാണ് കേട്ടോ സംഭവം. സൗദി അറേബ്യയിലാണ് ഈ പയറുള്ളത്. അപ്പോൾ നാട്ടിലുണ്ട് പയർ. അപ്പോൾ ഈ പയറിൻ്റെ ഉപയോഗിച്ചിന്നൊരു ഉപ്പേരി ഉണ്ടാക്കുന്ന ശ്രമത്തിലാണ്. അപ്പോൾ ഉപ്പേരി ആക്കിയിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പോൾ അത് ഈ പയർ അറിയാവുന്നവർ ഈ പേര് ഈ പയറിൻ്റെ പേരറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്താക്കണം കേട്ടോ. അത് എന്താണ് ഇതിൻ്റെ പേര് എന്നറിയാൻ. അപ്പോൾ ഇത് കണ്ടാൽ സൗദി അറേബ്യ എന്ന് പറയുമോ അല്ലേ? ഗൾഫ് രാജ്യം എന്ന് പറയുമോ? അത് അങ്ങനെ ഈ ചെറിയ ഗ്യാപ്പിലൊരു ചെറിയ കൃഷി. അപ്പോൾ നമ്മളെ ആവശ്യത്തിന് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പറക്കുകയാണ്. അത് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ തോരൻ എന്ന് പറയും. ഉപ്പേരിയാണോ തോരനാണോ? ഇത്രയും പറിച്ചിട്ടുണ്ട്. ഇത്രയും പറിച്ചിട്ടുണ്ട് സാധനം ഇതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കൊണ്ടൊരു ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉപ്പേരി ആക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ അതുവരേക്കും ഞാനിത് പറിച്ച് തീർത്തോട്ടെ കേട്ടോ. ഇത് പറിച്ച് തീർത്തിട്ട് നമുക്ക് ഉപ്പില്ലാതെ കാണാം. നല്ല സാധനമാണ്, നല്ല അടിപൊളിയാണ്. ഇത് മാത്രം മതി. ഇതൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം. ഇത് നല്ല ഉപ്പേരി തേങ്ങയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി പച്ചവളം ഇട്ട്, മഞ്ഞപ്പൊടി മുളക് പൊടി ഒന്നും ഇടാൻ പാടില്ല. പച്ചമുളക് മാത്രം ഇടുക, തേങ്ങ തിരിയിടുക, എന്നിട്ട് സെറ്റായിട്ട് ഉപ്പേരി കഴിഞ്ഞിട്ടുള്ള അടിപൊളിയാണ്. നല്ല വിറ്റാമിൻ ഉള്ള സാധനമാണ്. വിറ്റാമിൻ എത്രയൊക്കെ എന്തൊക്കെ സംഭവം ഉണ്ട് ഇതിനകത്ത്. ഇതെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പം ഇതിൻ്റെ പേരറിയാവുന്നവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താക്കണേ. ഓക്കെ. അത് ഉപ്പേരി വെച്ചിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും.